കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. May the name of the Lord be glorified. അനുഗ്രഹിക്കപ്പെട്ട വാസ പ്രാർത്ഥനയുടെ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ആത്മനിറവിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യും. I praise God for the precious opportunity that God has gifted us for us to come together as we continue in our fasting and prayer. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കുവാൻ ഇടയായി തീരട്ടെ. May the Lord allow us to go into the guidance and the inspiration of the Holy Spirit this evening. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേവലം ചില ദാനങ്ങളല്ല ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ചില അവകാശങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കുവാൻ പോകുകയാണ്. It's not simply gifts that we receive during this fasting and prayer, but it's also the inheritance that we receive from the Lord during these prayer meetings. ദൈവമക്കൾ തീരുമാനിക്കണം, ചില ദാനങ്ങളിൽ ഞങ്ങൾ തൃപ്തരല്ല, ചില അവകാശങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കപ്പെടുന്ന ദിവസങ്ങളായത്. We must be willing to say, Lord, I'm not just satisfied with receiving gifts, but we need to move into the inheritance aspect. അബ്രഹാമിന്റെ വെപ്പാട്ടിയുടെ മക്കൾക്ക് ദാനങ്ങൾ നൽകിയിട്ടവരെ പറഞ്ഞയക്കുമ്പോൾ, when the ministers of Abraham was given gifts to them, ഉൽപ്പത്തി 24 വാഗ്ദത്ത സന്തതിക്ക് അവകാശം നൽകുകയാണ്. but the promised child is receiving the inheritance. വെപ്പാട്ടിയുടെ മക്കൾ ദാനങ്ങളിൽ തൃപ്തരാകുമ്പോൾ വാഗ്ദത്ത സന്തതി അവകാശം പ്രാപിക്കുകയാണ്. when the mistress's child is satisfied with the gifts that we receive, the promised child is going into the inheritance. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. Since we are sons, we're also in heirs. ദിവസങ്ങളിൽ ചിലത് അവകാശമായി പ്രാപിക്കാം. We must receive some things in inheritance these days. ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നൊരു വിഷയത്തെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We're studying and meditating upon the topic of being perfect in Christ. വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ തികവിനെക്കുറിച്ചും, the personal life and the completeness of the perfection that needs to take place. കുടുംബ ജീവിതത്തിൽ സംഭവിക്കേണ്ട തികവിനെക്കുറിച്ചും, the perfection that's needed in our family life. പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കേണ്ട തികവിനെക്കുറിച്ചും, the perfection that is needed in our prayer life. പരസ്യ ജീവിതത്തിൽ സംഭവിക്കേണ്ട തികവിനെക്കുറിച്ചും ഗൗരവമായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. and we've been discussing also the perfection that is needed in our public life. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പുതുക്കം സംഭവിക്കണം എന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. Last night we meditated upon the fact that a renewal is needed in our personal life. അത് സമ്പൂർണ്ണമായിരിക്കണമെന്നും, it must be complete. അത് തികച്ചും വ്യക്തിപരമായിരിക്കണമെന്നും, it must be strictly personal. അത് നിരന്തരം സംഭവിക്കേണ്ടതാണെന്ന് നാം ചിന്തിക്കുവാനിടയായി. we also meditated on the fact that it must happen continually. പുതുക്കത്തെ സമ്മതിക്കുന്ന പദം അനാക്കാനിയോസ് എന്നൊരു പദമാണ് എന്ന് നാം ചിന്തിക്കുവാനിടയായി. we also meditated on the fact that the root word for renewal is anakios. ആ പദത്തിന്റെ അർത്ഥം കംപ്ലീറ്റ് ചേഞ്ച് ഫോർ ദ ബെറ്റർ, ഏറ്റവും നല്ലതിനു വേണ്ടിയുള്ള സമൂലമായ ഒരു മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. and that root word means that we have a complete change for the better. നമ്മളിൽ സമ്പൂർണ്ണമായ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ, when a complete change happens within us, ദൈവം സമ്മാനിക്കുന്ന ഒരു പുതുക്കമുണ്ട്. there's a gifting that God gives, which is a renewal. ഒർലാൻഡോ സഭയ്ക്ക് ദൈവം ചിലത് സമ്മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. and God desires to give something new to this church. പുതുക്കത്തെ സംബന്ധിക്കുന്ന നൂറുകണക്കിന് വാക്യങ്ങൾ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. we can see hundreds of verses that speak about the renewal in the scriptures. പക്ഷേ ദൈവം തരുന്നത് എപ്പോഴും ശ്രേഷ്ഠമായിരിക്കും. but whatever the Lord God gives must be better. അതുകൊണ്ട് ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് റിന്യൂവൽ, ഏറ്റവും പ്രൗഢമായ അനുഭവം എന്ന് പറയുന്നത് യോവേൽ 3:18 റിന്യൂവലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. the ultimate aspect or the meaning and definition of revival is found in the book of prophecy of Joel. അത് ദൈവം സമ്മാനിക്കുന്നതാണ്. that's what God gives. യോവേൽ 3:18 വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പിഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം കൊണ്ട് നിറയും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടും, അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. in chapter 3 of Joel verse 18 it says, and it will come to pass in that day that the mountains shall drip with new wine, the hills shall flow with milk, and all the brooks of Judah shall be flooded with water. A fountain shall flow from the house of the Lord and water from the valley of Achias. അത് എബ്രായ വാക്കാണ്. മറ്റേ NIV ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി, ശിത്തീം താഴ്വരയെ നനയ്ക്കും. എനിക്ക് ആ ശിത്തീം എന്ന വാക്ക് കിട്ടണം, ആ വാക്കിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ. യോവേൽ 3:18 യഹോവയുടെ ആലയത്തിൽ നിന്നൊരു ഉറവ പുറപ്പെടും, അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. ഒന്ന് വായിച്ചാട്ട വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിച്ചോ. ഇതേ കിടക്കുന്നു. യെസ്, ഹല്ലേലൂയ. ഇവിടെ റിന്യൂവലിന്റെ
ഏറ്റവും പുതിയ ആ അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയും. What we see there is the newest form or the aspect of renewal in that verse. ആലയത്തിൽ നിന്നൊരു ഉറവ പുറപ്പെടും. A fountain that's flowing from the house of the Lord. അതെവിടെ വരെ ചെല്ലും? Where does it reach? ശിത്തീം വരെ ചെല്ലും. To the valley of Shittim. ഈ വാക്കിനൊക്കെ ഭയങ്കര പ്രാവചനിക അർത്ഥങ്ങളുണ്ട്, വളരെ ഗൗരവകരമായ ആത്മീക അർത്ഥങ്ങളുണ്ട്. There are serious spiritual implications as well as very deep implications for this valley. ദൈവം തരുന്നതിന് ആർക്കും അളവിടാൻ പറ്റത്തില്ല. Whatever God gives, no one is able to measure it. പക്ഷെ വചനത്തിന്റെ വെളിപ്പാടിൽ നമുക്കതിനെ ആരായാനായിട്ട് കഴിയും. But with the revelation of the word of God, we can discern those things. അതുകൊണ്ട് തന്നെ ശിത്തീമിൽ പകരപ്പെടുന്ന ആത്മപകർച്ചയെ കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ നാം ഈ രാത്രി താല്പര്യപ്പെടുകയാണ്. And this evening I want to spend a few moments meditating upon the valley of the Shittim and the flowing from the house of the Lord. പഴയ നിയമ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രായോഗികമായ പ്രവചനമാണ് യോബേൽ പ്രവചനം. Joel, the prophecy of Joel is a very practical prophecy in the Old Testament. യോബേൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. രണ്ട് വാക്കിൽ നിന്നാണ് യോബേൽ എന്ന വാക്കുണ്ടായത്. ഒന്ന് യാവേ, രണ്ട് ബേൽ. യാവേ എന്ന് പറഞ്ഞാൽ യഹോവ, ബേൽ എന്ന് പറഞ്ഞാൽ ദൈവം, യോബേൽ എന്ന് പറഞ്ഞാൽ യഹോവ തന്നെ ദൈവം. The name Joel is made up of two words, and the name Joel means Yahweh is God. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോബേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലം ദിനവൃത്താന്ത പുസ്തകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. The context of the prophecy of Joel is related to what we see in the Chronicles. രണ്ട് ദിനവൃത്താന്ത 24 യോബേലിന്റെ പ്രവചനത്തിന്റെ പശ്ചാത്തലമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 Chronicles chapter 24 is what we see as the context for this prophecy. ഇസ്രായേലിലെ ഏറ്റവും പഴയ രാജാവ്, ഏറ്റവും പ്രായം കുറഞ്ഞ രാജാവ്, അദ്ദേഹത്തിന്റെ പേര് യോവാശ് എന്നാണ്. The youngest king of Israel and one of the oldest kings of Israel is Joash. ഈ 7ാമത്തെ വയസ്സിൽ 24:1 വായിക്കുന്നത് 7ാമത്തെ വയസ്സിലാണ് അവൻ രാജാവായത്. And we see in the first verse of the 24th chapter in 2 Chronicles that he became a king at the age of 7. 40 വർഷം ഭരിക്കുന്നു. He reigned for 40 years. അവന്റെ അമ്മയുടെ പേര് സിബിയ. His mother's name was Zibiah. അടുത്തത് പറയുകയാണ്, യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. And the next we read that Joash did all that was pleasing to the eyes of the Lord in the ears and the time of Jehoiada the priest. ആ പാസ്റ്റർ കാലത്ത് നല്ലതായിരുന്നെന്ന് പറഞ്ഞ അർത്ഥം, In other words, in that pastor's time it was all beautiful. അന്ന് നല്ലതായിരുന്നു ആ പയ്യനെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. That's if we say that he was a good kid at that time. അയ്യോ, അന്ന് ആ കൊച്ചനെ നല്ല കൊച്ചായിരുന്നെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. That means that he was a good young man at that time. ഇന്ന് നല്ല അല്ലെന്നല്ല അതിന്റെ അർത്ഥം. It doesn't mean that he's not good today. അത് തന്നെ, യോവാശ് അന്ന് നല്ലതായിരുന്നു, പിന്നെ അകന്നു. But Joash was good at that time, but he distanced himself. സംഭവിച്ചെന്താണെന്നറിയോ? You know what happened? അവന്റെ രാജ്യത്ത് ഒരു വെട്ടുക്കിളി ആക്രമണം സംഭവിച്ചു. An attack of the locusts came in that time. ആ സമയത്ത് പ്രവാചകൻ യോബേൽ എഴുന്നേറ്റ് പറയുകയാണ്, At that time, the prophet Joel is rising up and saying, രാജാവേ, ഈ വെട്ടുക്കിളി ആക്രമണത്തിന്റെ പിൻപിലത്തെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതിയാണ്. King, the attack of these locusts is because it's a God's plan. ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. You should come back to God. വ്യക്തിപരമായിട്ട് മടങ്ങി വരണം. Personally, you should come back. കുടുംബമായിട്ട് മടങ്ങി വരണം. As a family, you should come back. ദേശം സഭയായിട്ട് മടങ്ങി വരണം. And the land and the churches must come back. സത്യത്തിൽ മടങ്ങി വരവിന്റെ ദൂതിനോട് രണ്ട് വിധത്തിൽ പ്രതികരിക്കാൻ പറ്റും. We can actually respond to the message of repentance or returning in two different ways. മാനസാന്തരത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. When a message of repentance is heard, two things are likely. ഒന്നുകിൽ മടങ്ങി വരവ് സംഭവിക്കും. It may be that you come back. അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഉദ്ദേശിയെ തല്ലിക്കൊല്ലാനുള്ള ഒരു ദേഷ്യം നമുക്കുണ്ടാവും. Or the alternative option is that the one who's preaching, you may want to beat up that preacher. സത്യത്തിൽ യോവാശിന് സംഭവിച്ചത് ഇത് ആ പ്രവാചകനോടൊരു കോപമായിരുന്നു. So what happened to Joash was he became angry at the prophet. ഇതുവെല്ലാം പ്രവാചകന്മാർക്ക് വിഷയമാണോ? Is this a matter for the prophets? അവര് ദൈവത്തിന്റെ ആലോചനയല്ലേ പറയുന്നത്? Aren't they not speaking or declaring the words of God? ദൈവത്തിന്റെ ആലോചന പറയുന്നവർ മനുഷ്യന്റെ മുഖം നോക്കുവോ? The one who is speaking the counsel of God, will they look at the people's faces? ഒരു കാര്യം ഓർത്തോണം. We should remember one thing. ഈ ദൈവികാലോചനകളെ അവഗണിക്കുമ്പോൾ, when we neglect the counsel of God, നമ്മളെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് നമ്മുടെ തലമുറകളെ ബാധിക്കും. More than it afflicts us or impacts us, it impacts our generations. അവഗണിച്ച ആലോചനാ ശബ്ദത്തിന്റെ പിന്നാലെ വരുന്നു വെട്ടിക്കിളിയുടെ പുറകെ പച്ചപ്പുഴുവിന്റെ പുറകെ തുള്ളൻ,
തുള്ളൻ്റെ പുറകെ വിട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു 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 കൃഷിക്കാരൻ്റെ കൃഷിയിടത്തെ 4 ക്ഷുദ്രജീവികൾ നശിപ്പിക്കുന്നത് പോലെ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ കൃഷിയെ 4 സാമ്രാജ്യങ്ങൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചൊരു ദൂത്. The moment that we neglect the word of God, what happens is attack after attack. 4 different wild creatures came and attacked, which means the farming and the cultivation of what's happening in the Israelites were devoured by 4 different nations. ഇവിടുത്തെ വെട്ടുക്കിളി മിസ്രൈമിനെ കാണിക്കുന്നതാ, പച്ചപ്പുടി റോമിനെ കാണിക്കുന്നതാ, തുള്ളൻ അശൂരിനെ കാണിക്കുന്നതാ, വീട്ടിലും മേദ്യാപഴ്സയെ കാണിക്കുന്നതാ. And these 4 animals or these 4 creatures represent the 4 nations, the Romans, the Assyrians, മേദ്യാപഴ്സയ, മിസ്രൈമ്യര്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ്. വെട്ടുക്കിളി പച്ചപ്പുഴു, വെട്ടുക്കിളി മിസ്രൈമിനെ കാണിക്കുന്നു, പച്ചപ്പുഴു റോമിനെ കാണിക്കുന്നു, തുള്ളൻ അശൂരിനെ കാണിക്കുന്നു, വീട്ടില് മേദ്യാപഴ്സയെ and the കാണിക്കുന്നു. Media Persians. ഈ രാജ്യങ്ങൾ വന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് Before these nations come and destroy you, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക. you should come back to God. അവരാലോചനയ്ക്ക് ചെവി കൊടുത്തില്ല. But they didn't listen to the advice. നമ്മൾ ഈ ആലോചനകളെ അവഗണിച്ചാൽ If we neglect the advice or counsel of God, അപകടം നമ്മുടെ തലമുറയെ ബാധിക്കും. danger will come to our generations. എത്ര തലമുറ വരെ ബാധിക്കപ്പെടും? How many generations will it impact? കൃത്യവാ 4 തലമുറ. It's exactly written that it impacts 4 generations. അംഗീകരിച്ചാലോ If we receive it, 1000 തലമുറ വരെ ദയ. it will bless up to 1000 generations. ഞാൻ ചുമ്മാതെ പറയുകയല്ല. I'm not simply saying this. യോവാശിന്റെ 4 തലമുറയെ ബാധിച്ചോന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. You can look and see, did it impact the 4 generations of Joash? എനിക്ക് നെഗറ്റീവ് പ്രസംഗിക്കുന്ന ഇഷ്ടമല്ല. I don't like to preach about the negative. പക്ഷെ ദൈവമക്കൾ അറിയാൻ വേണ്ടി പറയുകയാ. But for you to know, I'm saying this. 25:2 വായിച്ച യോവാശിന്റെ തലമുറ അമസ്യാവിന്റെ കാര്യമാണ് പറയുന്നത്. 2 Chronicles 25 and verse 2. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, ഏകാഗ്രഹൃദയത്തോടെയല്ലതാനും. And he did what was right in the eyes of the Lord, yet not with the whole heart. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമസ്യാവ് കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു. Amaziah was not a wicked person. നല്ല രാജാവായിരുന്നു. He was a good king. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. But there was one problem. എന്തോ ഇല്ലായിരുന്നു? ഏകാഗ്രതയില്ലായിരുന്നു. He was not of whole heart. നമ്മുടെ അവഗണനകൾ നമ്മുടെ തലമുറകളുടെ ഏകാഗ്രത കുറവുകളാണ്. Our blessings become the reason why our generations are not wholeheartedly seeking God. പലരും പറയാറുണ്ട്, ഈയിടെയായിട്ട് പിശാച് പോരാടുന്നതുകൊണ്ട് എൻ്റെ കൊച്ചിന് പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ലെന്ന്. Many people say because of the attack from the devil, my kids are not able to concentrate in prayer. സാത്താൻ്റെ പോരാട്ടമാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിനോട് ഏകാഗ്രത കുറയേണ്ടതല്ലേ? If it was the attack of the devil, shouldn't they also lose heart or concentration when they play with Instagram? എവിടെ മാത്രമേ ഉള്ളൂ കുഴപ്പം? Where is the only problem? ചർച്ച മാത്രമേ ഉള്ളൂ കുഴപ്പം. Only at church. ഇതെല്ലാം കൂടെ സാത്താൻ്റെ അക്കൗണ്ടിലോട്ട് കൊടുക്കരുതേ. Don't credit Satan for all these things. ദൈവത്തിങ്കിൽ നിന്ന് അകലുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഏകാഗ്രത കുറവ്. The first sign that you are distancing yourself from the Lord God is having the loyalty being disappeared. ഇനി 26:16 രണ്ടാം തലമുറയെ കുറിച്ചാണ് വായിക്കുന്നത്. In 26 and verse 16 we read about the second generation. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. അപ്പം രണ്ടാം തലമുറ ആരായി മാറി? നിഗളിയായി മാറി. Second generation we see in verse 16, when he was strong he grew proud to his destruction, which means the second generation become a very proudful person. നിഗളികൾ ആകുമ്പോൾ ഓർത്തോണം, കുഷ്ഠം സംഭവിക്കുക തന്നെ ചെയ്യും. When we become prideful, we must remember leprosy will take place. എനിക്കിത് പ്രസംഗിക്കാൻ ഇഷ്ടമില്ല, പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. Even though I don't like to speak about it, but we must understand it. ഇനി 27:2 മൂന്നാം തലമുറയെ കുറിച്ച് വായിച്ചേ. In chapter 27 and verse 2 we read about the third അവൻ generation. തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തുവെങ്കിലും യഹോവയുടെ അപ്പ മൂന്നാം തലമുറ വന്നപ്പോൾ യോത്തിന് വരത്തില്ല. And when he did what was right in the sight of the Lord according to all that his father Uzziah had done, although he did not enter the temple, so the third generation doesn't come to the sanctuary of the temple of God. ചർച്ചിന്റെ പിക്നിക്ക് വെച്ച് കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു തരും. If you have the picnic, they'll come and arrange everything. ഒരു ട്രിപ്പ് വെച്ച് നോക്കി, അവനായിരിക്കും മുന്നിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യും. Have a trip or a trip together and they'll come and do everything. പിന്നെ ഞായറാഴ്ച വരത്തില്ല, പിന്നെ ഇനി when there's fasting they don't even come for Sundays, much less for fasting. അപ്പനാകുന്നു, മോൻ ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു, കൊച്ചുമോൻ വന്നപ്പം നിഗളിയായി,
അടുത്തവൻ ആലയത്തിൽ കയറത്തില്ല. What we see there is the father distanced himself, the second person became disloyal, and the third becomes proud, and the fourth one here we see does not come into the temple. ഇനി നാലാം തലമുറ നോക്കിക്കേ, 28-24. 28 and verse 24 gives us the picture of what happens in the fourth generation. ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, ആലയത്തിന്റെ വാതിലടച്ചു, യെരുശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങളെ ഉണ്ടാക്കി. So Ahaz gathered the articles of the house of God, cut in pieces the articles of the house of God, shut up the doors of the house of the Lord, and made for himself altars in every corner of Jerusalem. നമ്മുടെ ഭാഷ പറഞ്ഞ കുമ്പനാടൂന്ന് മേടിച്ചുകൊണ്ട് വന്ന് തമ്പാറും തല്ലി പൊട്ടിച്ച്, ഇപ്പുറത്ത് തിരുവല്ലയിൽ മേടിച്ച ചിഞ്ചിൽ പഠിച്ചു പൊട്ടിച്ച് ഉപ്പേരിയുടെ പരുവാക്കിയിട്ട് ഹോളും പൂട്ടി കോടതി കേസും കൊടുത്ത കാര്യമായി വായിച്ചത്. What we read here in our modern times would be the drums that we bought from the Kumbanar or the tambourines that we bought from Tiruvalla. All of that have been destroyed into pieces, and now he's going after lawsuits. തലമുറയെ ബാധിക്കുവോ? Does it impact our generation? യെസ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വരെ വന്നതും നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വരെ വന്ന് ഈ യുവാസം ഇരിക്കുന്നതും ബാധിച്ച 10 തലമുറയെക്കുറിച്ച് കേട്ടു പോകാനല്ല. What we have come here to listen to and what I have come here to speak is not just what happened to 10 generations and how they were afflicted and then leave. കരിമരവും കരുവേലകവും വെട്ടിയാലും കുറ്റിപ്പട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പം ഒരു കിളിർപ്പുണ്ടാകുന്നത് പോലെ വചനത്തോട് പ്രതികരിക്കുവാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായാൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന ഒരു പുതുക്കം. When there's a rejuvenation when the water starts to sprout, if we have that same reception to the word of God, then that will become a blessing. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരിക. I'm going to give you a homework. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 ദിനവൃത്താന്തം 29 ഒന്ന് വായിക്കണം. Before you go to sleep tonight, read the 29th chapter of 2 Chronicles. 29-ൽ 1-ൽ ഇസ്കിയാവിനെ കുറിച്ചാണ് പറയുന്നത്. In the first verse of that chapter, it talks about Hezekiah. അവൻ 29 സംവത്സരം യെരൂശലേമിൽ വാണു. He reigned for 29 years in Jerusalem. അവനെ കുറിച്ച് രണ്ടിൽ പറയുന്നത് കേട്ടോ, അവൻ തൻ്റെ അപ്പനായ ഇസ്കിയാവിന്റെ നേരെ അപ്പനാരാ? It talks about, it says like his father David, but who is really Hezekiah's father? ഇസ്കിയാവിന്റെ നേരെ അപ്പൻ ആഗാസാ. His direct father is Ahaz. ആഗാസ് ചെയ്തതനുസരിച്ചാണെങ്കിൽ എവിടുന്നേലും ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ഹോളിന്റെ അടിത്തറ അവൻ മാന്തണ്ടതാ. If he did what his direct father did, what he should have brought is some sort of bulldozer and destroyed the entire temple. അവൻ ആഗാസ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. But he didn't worship as Ahaz worshipped. യോദാം ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. He didn't worship as Jotham worshipped. അമസ്യാവ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. He didn't worship as Amaziah did. ഉസ്സിയാവ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. He didn't worship as Uzziah did. യോവാശ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. He didn't worship as Joash did. ഇന്നേക്ക് 10 തലമുറയ്ക്കപ്പുറത്ത് പെട്ടകമെടുത്ത് തോളെ വെച്ച് തന്നെ മറന്ന് ദൈവവും ഭാഗം നൃത്തം ചെയ്ത ഒരു വല്യപ്പന്റെ ചരിത്രം അവന് പറയാനുണ്ട്. ആ വല്യപ്പൻ എങ്ങനെ ദൈവത്തെ ആരാധിച്ചു അതുപോലെ അവൻ ദൈവത്തെ ആരാധിച്ചു. He has a story to tell about 10 generations back how his great grandfather would carry the ark and worship the Lord by dancing in front of the ark. He has that experience and that heritage to hold on to. ഞാൻ ഇന്ന് രാത്രി വിടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഒരു തലമുറയെ നോക്കി പറയുക, പിന്മാറ്റക്കാരും വഴക്കാളികളുമായ ഒരു തലമുറയല്ല നാം മാതൃകയാക്കേണ്ടത്, മറിച്ച് ഭക്തരായ പിതാക്കന്മാരെ മാതൃകയാക്കി ദൈവത്തെ ആരാധിക്കുക. To the young people and the generation, I'm telling you, don't make a role model out of those who create the conflicts and the problems and backsliders, but look at those who can be true role models and follow them as they followed God. 29 അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യം ശരിക്കും കരയാതെ ഒരിക്കൽ പോലും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ പുരോഹിതന്മാർ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ യെഹിസ്കീയാവ് സകല ജനവും സന്തോഷിച്ചു. അടുത്ത വാക്യം ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. In verse 30
34 onwards, it talks about how Hezekiah worshiped and how he prepared the people for worship. And as they did that, in the 36th verse, we read, since the events took place so suddenly. എന്റെ പ്രിയപ്പെട്ടവരെ, സ്പെഷ്യലിസ്റ്റിനെ വിളിക്കൊന്നും വേണ്ട. ചെയ്യേണ്ടത് ചെയ്യാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. We don't need to call specialists in ministry to come and minister. If we do what we're supposed to do, then God will do things in a very sudden manner. എന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറഞ്ഞു, വേഗത്തിൽ ഒരു പ്രതിക്രിയ ദൈവം ചെയ്യാൻ പോകുകയാ. The Holy Spirit is speaking to me in a very strong manner that says He's about to do certain things എത്ര here. പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? How many of us have that assurance? യെരിഹോ മതിൽ തകർന്നത് പെട്ടെന്ന്, ചെങ്കടൽ പിളർന്നത് പെട്ടെന്ന്, യോർദാൻ തകർന്നത് പെട്ടെന്ന്. ഇതുപോലെ ചില കുടുംബങ്ങൾക്കെതിരെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ചില അന്ധകാര ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തകർക്കാൻ പോകുകയാ. The walls of Jericho fell suddenly. The Red River was parted suddenly, just like that. The Holy Spirit is trying to do something and minister in the midst of us in a very sudden manner. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. All the events took place so ഈ suddenly. യോഗം തീരുന്നതിന് മുമ്പ് ചില ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുകയാ. Before this meeting is over, some of the works of the Lord will take place. ഇതൊരു സാധാരണ പ്രസംഗമല്ല. This is not an ordinary message. ഇത് ദൈവം സമ്മാനിക്കുന്ന പുതുക്കത്തെ കുറിച്ചുള്ള പ്രസംഗമാണ്. This is a renewal. This is a message of renewal that God gives unto ഇത് us. അനീഷ് തോമസ് അല്ല ചെയ്യുന്നത്, ഇതിവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരാരുമല്ല ചെയ്യുന്നത്, ഇത് ദൈവം സമ്മാനിക്കുന്നതാണ്. This is not what Anish Thomas does. This is not what any of the pastors does. This is what the Lord God gives unto us. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of us believe that this evening? ദൈവത്തിന്റെ ചില ഫേവറുകൾ സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന ദിവസങ്ങൾ. These are the days in which the favor of God is manifesting. Oh, hallelujah. Amen. പ്രത്യേകിച്ച് തലമുറകളെ നോക്കി ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുക. This is your time. ദൈവത്തിന്റെ ഫേവർ, അഭിഷേകത്തിന്റെ തീയായി നിങ്ങളുടെ മേലേക്ക് പകരപ്പെടുന്ന ദിവസങ്ങളായത്. Looking at the young people, let me tell you, these are the times in which the anointing of God will come upon you. Yes, are you ready? Are you ready to receive a fire anointing from God? Shabara. ഈ രാത്രി ഒരു തലമുറയുടെ മേൽ അത്യന്ത ശക്തിയെ പകരാൻ ദൈവം ആഗ്രഹിക്കുക. The God desires to have that impartation of the anointing upon the young people tonight. കൈയടിക്കകത്ത് ഒതുങ്ങാത്ത, അന്യഭാഷയ്ക്കകത്ത് ഒതുങ്ങാത്ത, പ്രസംഗത്തിനകത്ത് തീരാത്ത, പാട്ടിനകത്ത് തീരാത്ത അസാധാരണമായ ഒരു ദൈവകരുടെ പകർച്ച ഈ രാത്രി ദൈവം തന്റെ ജനത്തിന്റെ മേൽ പകരാൻ പോകുന്നു. God is going to impart the grace that cannot be contained in just clapping hands or speaking tongues or preaching and or singing songs. ഞാൻ എന്റെ ചെവി കേൾക്കുന്നു, പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ ദൈവാത്മാവനോട് ശക്തമായി ഇടപെട്ടു. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. This is a new beginning. ഇന്ന് രാത്രി ചിലത് പുതിയത് സംഭവിക്കാൻ പോകുകയാ. When we were singing the songs, I heard it clearly that the Holy Spirit is saying, don't think about what's happened in the past. Don't look forward too much. This day itself, today, God can do the new thing. ഈ രാത്രി അഭിഷേകം പകരാൻ പോകുകയാ. God is about to impart the anointing. ശക്തികളെ ജയിക്കുന്ന ഒരു അഭിഷേകം പകരാൻ പോകുകയാ. An anointing that overcomes other strengths and powers. ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? How many of us believe that? ചുമ്മാതെ പറഞ്ഞതല്ല. ഏലിയാവിനെ കൊണ്ട് പലതും ചെയ്യിക്കാതെ, ഏലീശയെ കൊണ്ട് പലതും ചെയ്യിക്കാതെ, ദേശത്ത് തലചീകി മിനുക്കി കെട്ടി നിൽക്കുന്ന ഇസബേലിയ അധികാരത്തെ തള്ളി താഴെയിടാൻ ഈ രാത്രി അഭിഷേകമുള്ള ഒരു തലമുറയെ ഇതിനകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയോ. What Elijah didn't do, what Elisha didn't do, God has given an anointing and preparing generation to destroy the forces of some of the Jezebel forces. ഉടാരകൾ കടകച്ചി പ്രയോജനപ്പെടേണ്ട ചിലതിനെ ഡിപ്രഷനകത്ത് ഒതുക്കി, പ്രയോജനപ്പെടേണ്ട ചില കുടുംബങ്ങളെ ഡിപ്രഷനകത്ത് ഒതുക്കി, മരിച്ചാ മതി എന്ന് പറഞ്ഞ് നിന്നെ കെട്ടി പൂട്ടി വെച്ച ദേശാധിപതിയുടെ പോരില്ലേ ഇന്ന് രാത്രി ഇതിനെ നീ ആത്മശക്തി ഏറ്റെടുത്ത് തകർക്കാൻ പോകുകയോ. You're about to receive this anointing so that you can destroy the principalities that have entrapped, that have suppressed some people going into depression. They're supposed to be useful as individuals, they're supposed to be useful as families, but depression has come over you and entrapped you. You must receive the anointing to overcome that. ദൈവമക്കൾ ഒരു സാധാരണ യോഗത്തിലല്ല ഇന്ന് രാത്രി ഇരിക്കുന്നത്. We're not sitting in an ordinary meeting. ഇന്ന് രാത്രി ഒരു വലിയ പകർച്ച ദൈവം പകരാൻ ആഗ്രഹിക്കുക. God desires to impart that anointing. നിങ്ങൾ ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിക്കാൻ തയ്യാറാണോ? Are you willing to receive? Are you desiring to receive that? പ്രായവ്യത്യാസം കൂടാതെ ഒരു ആത്മപകർച്ച ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. Age being no matter or no difference, God wants to impart that upon us. Hallelujah. Amen. ഇസ്കിയാവ്
ദൈവത്തിലേക്ക് മടങ്ങി വന്നു. Hezekiah came back to the Lord. അവന്റെ 4ാം തലമുറക്കാരൻ. His 4th generation. ഞാൻ യോവാശിന്റെ 4ാം തലമുറക്കാരന്റെ കാര്യം പറഞ്ഞേച്ചാ ഇപ്പൊ ഹിസ്കിയാവിനെ എടുത്തത്. I told you what happened to the 4th generation of Joash. Now I'm telling you what's happening to the 4th generation of Hezekiah. ഹിസ്കിയാവിന്റെ 4ാം തലമുറക്കാരൻ. The 4th generation of Hezekiah. 2 ദിനവൃത്താന്തം 34 അവനെ കാണുന്നത്. We see him in the 34th chapter of 2nd Chronicles. എന്താ അവന്റെ പേര്? യോശിയാവ്. His name is Josiah. ആഗാസിന്റെ മകൻ ഹിസ്കിയാവിന്റെ മകന്റെ കൊച്ചുമകന്റെ പേരാണ്. ഹിസ്കിയാവിന്റെ 4ാം തലമുറക്കാരന്റെ പേരാണ് യോശിയാവ്. Josiah is the name of the 4th generation son of Hezekiah. യോശിയാവ് എന്തൊക്കെ ചെയ്തു? What did Josiah do? 34ാം അധ്യായത്തിലുണ്ട്. It's written, documented in the 34th chapter. ഉറക്കം വന്നില്ലെങ്കിൽ അതുകൂടെ വായിച്ചേക്കണം ഇന്ന് രാത്രി. If you don't fall asleep after reading the 29th chapter, also read the 34th chapter. എന്താ 34 സംഭവിച്ചത്? What happened in this chapter? 3-4 കാര്യം സംഭവിച്ചു. 3, 4, 5 things have taken place. Humbling by God's word. ദൈവവചനത്തിന്റെ മുമ്പിൽ അവൻ താണു. One, he humbled himself before the word of God. പാണ്ഡലോറിയുടെ മുമ്പിൽ നിൽക്കുന്ന തവളയെ പോലെ മസിൽ പിടിച്ചുകൊണ്ട് വചനത്തിന്റെ മുമ്പിൽ ഇരിക്കരുത്. വചനം കേൾക്കുമ്പോൾ ദൈവത്തിൽ ഒന്ന് കുനിയണം. Don't stand as a frog stands before a truck coming at it, but stand humbly before the word of God. 2, cleansing the land. ദേശത്തെ ശുദ്ധീകരിച്ചു. Second, he cleansed the land. 4ാമത്തെ വാക്യത്തിലുണ്ട് അവൻ ദേശത്തെ ശുദ്ധീകരിച്ചു. In the 4th verse where we see that he cleansed the land. 10ാമത്തെ വാക്യത്തിൽ റിപ്പയറിന്റെ ടെമ്പിൾ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തു. In the 10th verse we see that he repaired and restored the house. ഇനി 14ഉം 15ഉം വായിച്ചു. അത് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. Let's read 14 and 15. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കണ്ടോ? പൈസ എല്ലാം കൂടെ അടുക്കി കെട്ടിവെച്ച കൂട്ടത്തിൽ പറ. അതാ ഡോളറെല്ലാം കൂടെ കെട്ടിവെച്ചപ്പം അതിനകത്ത് എന്തുകൂടെ കയറ്റി വെച്ചു? While they were bringing out the money that had been brought into the house of the Lord, Hilkiah, the priest, found the book of the law of the Lord given through Moses. സത്യത്തിൽ തലമുറയുടെ പെന്തക്കോസ്തിന് സംഭവിച്ചത് ഇതല്ലേ? Isn't this what's happening in this generation of Pentecost? പൈസയ്ക്കകത്ത് പ്രമാണത്തെ നമ്മൾ ഒതുക്കി. We have covered or we have hidden the law within our wealth. പൈസയുടെ അകത്ത് അഭിഷേകത്തെ നമ്മൾ ഒതുക്കി. Anointing has been covered or suppressed by our wealth. പൈസയുടെ പേരിൽ വേദികൾ വിഭജിക്കപ്പെട്ടു. And because of for money, positions have been divided. അഭിഷേകത്തിന് വിലയില്ലാതായ ഒരു കാലം. And a time when anointing is not valuable. യോശിയാവിന് മനസ്സിലായി. Josiah understood. ഇതിങ്ങനെ പോകത്തില്ല. This cannot continue like this. ഇങ്ങനെ പോകേണ്ടതല്ല പെന്തക്കോസ്ത്. Pentecost is not something that it should continue like this. പാരമ്പര്യത്തെയും പട്ടത്വത്തെയും പൗരോഹിത്യത്തെയും പള്ളിമേടയും ത്യജിച്ചേച്ച് ഈ കറുത്ത പുസ്തകത്തെ മാറോടടുക്കി പിടിച്ച് ചൂറ്റുകട്ടയുടെ വെളിച്ചത്തിൽ പാടവരമ്പത്തൂടെ കിലോമീറ്ററുകൾ നടന്ന് ചെറ്റക്കുടലിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ വ്യാപരിച്ച അഭിഷേകം അവർ പള്ളിമേട കണ്ട് ചിറങ്ങിയവരല്ല. എന്തിനും നല്ലവർ കല്ലറ കണ്ട് ചിറങ്ങിയവരല്ല. അതിനപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തെ കണ്ടുകൊണ്ടിറങ്ങിയവർ. Our forefathers who lived in tents, who lived with very minimal means, they didn't leave their orthodox backgrounds or different backgrounds based on what they saw, or the proud that they saw in the temples or the priesthood, but they saw something more precious, more beyond that, and that was the anointing they needed, and they would pursue that. ഇന്ന് നിത്യദൈവം ശ്രമിക്കുന്ന ദൈവസഭയിലെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനായ വൈപ്പാപ്പച്ചൻ പാസ്റ്റർ. Pastor Y. Papachan is was a blessed prophet of God that God used. എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി നിർണായകമായി ഉപയോഗിക്കുവാൻ എന്നെ മാറ്റാൻ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. He was one that God used to change my life and my ministry in many ways. ചില ദൈവദാസന്മാരൊക്കെ പേരുകൾ ഒരിക്കലും എൻ്റെ ശുശ്രൂഷയിൽ മറക്കാൻ പറ്റത്തില്ല. അതിരിക്കൽ ജോർജ് സാർ ഉൾപ്പെടെ വൈപ്പാപ്പച്ചൻ ഉൾപ്പെടെയുള്ള കർത്തൃദാസന്മാർ. Pastors, some of the ministers who have invested in me, who have changed me, I can never forget their name. Adringal George Sar or Pastor Y. Papachan. ഈ പാപ്പച്ചായൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അദ്ദേഹം വകയാർ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന ഒരു കാലഘട്ടം. When he was a pastor at Walaya Church of God, അന്ന് ഒരമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. and a mother was praying in the church. അവരുടെ കുടിലിന് തീ കത്തി. Their tent, their house got it burned up. നാട്ടുകാർ തീ കെടുത്താൻ വന്നു. And the people came to put the fire out. വന്നപ്പോൾ തീയില്ല. When they came, there's no fire. വന്നപ്പം അമ്മ പ്രാർത്ഥിക്കുന്നത് നാട്ടുകാർക്ക് തീയായിട്ട് തോന്നുക. What happened was when the mother was praying, the townspeople thought that the house was on fire. ഇങ്ങനെ എത്ര ദൈവപ്രവൃത്തികൾ കണ്ടവരാ നമ്മൾ. How many works of the Lord like this have we seen? ഇത് മടങ്ങി വരുവോ?
Would you come back? ഇത് മടങ്ങി വരത്തില്ല, പിന്നെ എന്തിനായി വചനം നമ്മുടെ നടുവിൽ ദൈവം പറയിപ്പിക്കുന്നത്? Will these experiences come back? If not, why are we then preaching this word of God? പണ്ടത്തെ പോലൊരു നല്ല കാലം മടങ്ങി വരും. Well, just the good days of the old will be returned. Yes, hallelujah. Amen. ശബാരാ ധരാധര. Hallelujah. Praise God. ഞാൻ ചുമ്മാതെ ഇത് പ്രസംഗത്തിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, ഞങ്ങളുടെ സഭയിൽ ഇത് എക്സസൈസ് ചെയ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. I'm not just speaking. I'm not just simply preaching it in my church. These kind of things are practiced. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2.5 വർഷത്തിനകത്ത് ഞങ്ങൾ പൈനീർ ചെയ്ത സഭയിൽ ഇന്ന് 150 പേര് ആരാധിക്കുന്നുണ്ട്. 60 പേരെ ഞാൻ തന്നെ സ്നാനപ്പെടുത്തി. In the church that we pioneered about 2.5 years now, 150 people come to worship service. Off of that, 60 of them which I baptized. എല്ലാവരും പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവരാണ്. Everybody came to the faith as a new believer. സത്യമായിട്ട് ഒരു ട്രാക്ട് പോലും ഞാൻ പത്തനംതിട്ട കൊടുത്തിട്ടില്ല. I have never even given a tract to one of these people. എനിക്കതിന് സമയം കിട്ടിയിട്ടില്ല. I have not had the time to do that. പക്ഷെ ഞങ്ങളുടെ സഭയിൽ അറിഞ്ഞും കേട്ടും വരുന്നവരെല്ലാം വലിയ ദൈവിക സൗഖ്യങ്ങൾ അനുഭവിക്കുന്നു, വലിയ ദൈവപ്രവർത്തികൾ പ്രാപിക്കുന്നു. അങ്ങനെ അവർ കൂട്ടായ്മയുടെ ഭാഗമായി മാറുന്നു. Many people hear about what's happening. They come to the church, they experience the healing and the deliverance, and then they become members of the church. ഇന്ന് രാത്രി എവിടെങ്കിലും ഒരു കെട്ടുകഥയല്ല ഞാൻ പറയുന്നത്. I'm not talking about a made-up story here. പരിശുദ്ധാത്മാവിന് ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യാനുണ്ട്. The Holy Spirit has some work to do amongst us. ഒർലാൻഡോ സഭയിൽ ഒത്തിരി ആത്മാർത്ഥമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. To all those who are sincerely fasting and prayer in this Orlando church, I want to tell you, God wants to use our generation. ഞാൻ പറഞ്ഞല്ലോ, on the basis of അഭിഷേകം, അല്ലാതെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത്. I told you I am only standing here on the basis of the anointing that I've received and nothing more. 1.5 വയസ്സിൽ എനിക്ക് വന്ന ഒരു രോഗം, എന്നെ കുറിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് മന്ദബുദ്ധിയാകുമെന്നായിരുന്നു, ജീവിക്കത്തില്ലെന്നായിരുന്നു. At the age of 1.5, when I was stricken with the disease, the diagnosis was I will not live much longer. അതാണ് എൻ്റെ മാതാപിതാക്കളെ കർത്താവിലേക്ക് നയിച്ചത്. That's what led my parents to the Lord Jesus. ഈ കുഞ്ഞുങ്ങളെല്ലാം സ്റ്റേജിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാ. പക്ഷെ ഒരിക്കൽ പോലും ഒരു സഭായോഗത്തിൽ പോലും 40-50 പേര് കൂടുന്ന സഭയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഫ്രണ്ട് ഫേസ് ചെയ്തല്ല, ഇങ്ങനെ പാസ്റ്റർ മുഖത്ത് നോക്കി ഒരു വാക്യം പറഞ്ഞ് ഞാൻ മുഴിപ്പിച്ചിട്ടില്ല. All the kids here, all the young people here, and managing the stage presence really well. But as for me, I could not even go in the front of the church, face 40 or 50 people. I couldn't even face the pastor and say a memory verse. ഞാൻ അധ്വാനിക്കാഞ്ഞിട്ടല്ല, ഞാൻ കാണാതെ പഠിച്ചു ചെല്ലും. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുതൽ വിറയിൽ ആരംഭിക്കും, പറയാനുള്ളതെല്ലാം ഞാൻ മറക്കും. It was not because I didn't try. I would study, I would memorize the verse, but the moment I stand up, I would get the shakes and then I would sit down. 10 വയസ്സിനകത്ത് സാത്താൻ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ ഒരു വേസ്റ്റാണ്. By the time of age 10, I received the voice of the devil many times, which said, you're not useful for anything. 10 വയസ്സിന് ഇപ്പുറത്ത് 2 റിപ്പോർട്ട് എനിക്ക് കിട്ടി. ഒന്ന് മനുഷ്യന്റെ റിപ്പോർട്ട്, 2 സാത്താന്റെ റിപ്പോർട്ട്. So before the age of 10, I received 2 reports. One was a report of man, and the other was a report of the devil. രണ്ടും എനിക്ക് പ്രയോജനപ്പെടുന്നതായിരുന്നില്ല. And none of those 2 were useful for me. എന്നിൽ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുന്ന ഒരു ദിവസം ഇതുപോലൊരു യോഗത്തിൽ ആരും ദൈവദാസൻ തൊടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ തൊട്ടു. In a meeting just like this at the age of 10, before any person laid their hands on me, the Holy Spirit touched me. അന്ന് രാത്രി 5 മണിക്കൂറാണ് ഞാൻ ആത്മനിറവിൽ ആരാധിച്ചത്. And that night I worshiped the Lord for 5 hours in the Spirit. ആ രാത്രി ദൈവം എനിക്ക് പ്രവചനം തന്നു. And that night the Lord gave me a prophecy. ഞാൻ ആദ്യം പ്രവചിക്കുന്ന എൻ്റെ പിതാവിനോടാണ്. I first prophesied to my father. എൻ്റെ പിതാവും മാതാവും അന്നത്തെ യോഗത്തിനില്ല. ആരാധനയുടെ നടുവിൽ ദൈവാത്മാവ് ശക്തമായി നിർബന്ധിച്ചു, വീട്ടിൽ ചെന്ന് അപ്പനോട് ദൂത് പറയാ. My parents were not attending that meeting, but that night the Holy Spirit ministered to me strongly and said, go home and speak to your father. പാസ്റ്റർ അവിടെ കിടക്കാൻ നിർബന്ധിച്ചിട്ട് ഞാൻ കിടന്നില്ല, വീട്ടിൽ ചെന്നു. അപ്പോഴത്തെ എൻ്റെ പിതാവും മാതാവും ഉണർന്നു വരിക. എൻ്റെ അപ്പനോട് ഞാൻ ദൂത് പറഞ്ഞു, ദൈവാത്മാവിൽ 3 പ്രാവശ്യം ഞാൻ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, ഇനി എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിന്നെ ലോകത്തിൽ നിന്ന് വെട്ടിമാറ്റും. And the pastor compelled me to stay and sleep overnight, but I did not. I went home. As my father was waking up, I told him, Dad, the Holy Spirit spoke to me clearly. By now you've been delivered from death 3 times. If you don't correct your ways, now you'll be removed from this earth forever. എനിക്കറിയാത്തത് എൻ്റെ അപ്പന് മാത്രം അറിയാവുന്നത് ദൈവം എന്നിലൂടെ പറഞ്ഞപ്പോൾ
അന്ന് അദ്ദേഹം സമർപ്പിച്ചു. ആ രാത്രി ഞങ്ങളെ ദൈവം ഒരു ദൈവശബ്ദം കേൾപ്പിച്ചു. മകനെ തീമോത്തിയോസേ, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും തന്റെ ജീവന കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. And as it was given to Timothy, pay attention, be diligent and be sincere in the work of a soldier. The soldier is not preoccupied with civilian affairs. അന്ന് മുതൽ ആരംഭിച്ചതാ. That's the day we started. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു നിയോഗം തന്നാൽ, If God gives us a guidance. ഈ യോശിയാവിൻ്റെ കാലത്ത് യോവാശിന് സംഭവിക്കാത്ത ഒരു പുതുക്കത്തെക്കുറിച്ച് യോവേൽ പറയുക, ആലയത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. Joel is speaking about what's taking place in the lifetime of Josiah, where it says a renewal is taking place in the temple. അത് എവിടെ വരെ ചെല്ലും? How far does it go? അത് ശിത്തീം വരെ ചെല്ലും. To the valley of Shittim. എന്താ ശിത്തീമിന്റെ പ്രത്യേകത? What's the uniqueness of Shittim? അച്ഛാ, ശിത്തീമിന്റെ പ്രത്യേകത മനസ്സിലാകണേ, സംഖ്യാപുസ്തകം 23 പഠിക്കണം. If you want to understand what happens when the valley of Shittim, you got to go to Numbers chapter 23. അവിടെ ഒരു പ്രവാചകൻ, ഒരു രാജാവ് ഒരു പ്രവാചകനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ്. A king is compelling a prophet to come in that chapter. ആരെ ശപിക്കാനായിട്ടാ? To curse whom? ഇസ്രായേലിനെ ശപിക്കാൻ. To curse Israelites. പ്രവാചകന്റെ പേര്? Prophet's name? പറ. Balaam. രാജാവ് ബാലാക്ക്, അല്ലേ? King Balak. പക്ഷെ വന്നിട്ട് പ്രവാചകൻ പറയാ പറ്റത്തില്ല, ശപിക്കാൻ പറ്റത്തില്ല. And prophet is now saying, no, I'm unable to curse. അയാൾ പറഞ്ഞ് കാശും കൊടുത്ത് ഫ്ലൈറ്റും മേടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത് ശപിച്ചു പോകാനായിട്ടാ. He said, I gave you the travel expense, I covered all your accommodations, I brought you here to pronounce a curse on them. പുള്ളി പറഞ്ഞു പറ്റത്തില്ല. And he responded, it's impossible. ഇതെന്നാ ശപിക്കാൻ പറ്റാത്തെ? Why can't he put a curse? പെന്തിക്കോസുകാരാ, ശാപമേക്കാതിരിക്കണേ 4 കാരണം അറിയണം. Pentecostal people, for you to not be under the curse, we must know 4 different things. 9-ാം വാക്യത്തിൽ ബിലെയാം കാണുക, ശിലാകരങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ ഞാൻ അവനെ ദർശിക്കുന്നു, ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം. അപ്പം ഇവന്റെ വേർപാടാണ് ഇവന് ശാപമേക്കാത്തതിന്റെ കാരണം. The first reason they're unable to be under the curse is because in verse 9 we read a people dwelling alone, they had a separation. ഇനി 21 മക്കളെ നാട്ടുകാരെല്ലാം പോകുന്ന പോലെ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. Young people, you cannot follow what the crowd is doing. അഭിഷേകത്തിന്റെ ഒന്നാമത്തെ വ്യത്യസ്തത, ഇത് calling for separation, വേർപാടാണ് അഭിഷേകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. The uniqueness of the anointing is, the first uniqueness of the anointing is to have the calling to be separated. ഇനി 21-ാം വാക്യത്തിൽ In the 21st verse, യാക്കോബിൽ തിന്മ കാണുവാനില്ല. he has not observed iniquity in Jacob. മടി കനവളവും വഴി പേടിച്ചാ പോരായോ, വേർപാട് മാത്രമല്ല, വിശുദ്ധിയുണ്ട്. It's not simply to be separated, but there is also holiness there. Hallelujah. Amen. സ്തോത്രം. Hallelujah. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ബഥേൽ സഭയിൽ ഒരച്ഛൻ 7 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞായറാഴ്ച ഇങ്ങനെ ഒരു പൊങ്ങത്തരത്തിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടി എഴുന്നേറ്റു. കൃപയാൽ 7 ദിവസം ഉപവസിക്കാൻ. അന്നേരത്തെ 8 വയസ്സുള്ള കൊച്ച് ആത്മാവി പറഞ്ഞു, എൻ്റെ ജനത്തെ കളിപ്പിക്കാൻ 2 കോഴിമുട്ട് 1 ഏത്തക്കായും പുഴുങ്ങിയത് എല്ലാ ദിവസവും തിന്നേച്ച് എൻ്റെ ജനത്തെ കളിപ്പിക്കാൻ ഉപവാസമാന്ന് പറഞ്ഞ് എഴുന്നേറ്റ വ്യാജാത്മാവേ, സ്തോത്രം. I believe it's in my church back when a person came in, he said he got up to testify on the 7th day, and he said, I've been fasting for 7 days. A young man at the age of 8 years old stood up and said in the spirit, how can you deceive my people, you who have eaten 2 boiled eggs and a banana every single day? How can you stand and say that you are fasting? വേർപാട്, വിശുദ്ധി, separation and sanctification. ഇനി 21-ാം വാക്യത്തിന്റെ ലാസ്റ്റ് കണ്ടോ, രാജകോലോകലം അവരുടെ മധ്യേ ഉണ്ട്. And the last part of verse 21 we see there's a shout of the kings there. ആരാധന എങ്ങനെയാണെന്നറിയോ? You know how worship is. യോഗം കഴിഞ്ഞ് 1 മണിക്കൂർ നിന്ന് വേണേൽ എത്ര ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. Nobody has any problem to stay after the service and to make as much noise as possible for even an hour. യോത്തിന് കേറി വന്നാ പിന്നെ വായി സൗണ്ട് ഇല്ല. But if you want to come into the service, there's absolutely no sound in the lips.
അച്ഛാ ഈ അടുത്ത സമയത്ത് ഒരു യോഗത്തിൽ ചെന്ന ഒരു അച്ഛൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കങ്ങ് സങ്കടം വന്നു. I was at a meeting and I saw a person sitting there and I was really grieved the way he was sitting. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. So I asked the pastor, does he have any hardness of hearing? പാസ്റ്ററിനോട് പറഞ്ഞു, ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഇങ്ങേര് മാത്രം കേൾക്കേണ്ടാത്തതെല്ലാം കേൾക്കുന്നതിന്റെ എല്ലാ അറ്റത്ത് പിടിച്ച് വഴക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. And the pastor responded, if there's anybody without any problems of hearing, there is this man. He hears everything that he should not hear, and everything that he hears, he holds on to it and creates a conflict. ഞാൻ ചോദിച്ചു, 1.5 മണിക്കൂറായല്ലോ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്ന് അനങ്ങി. അന്നേരം പാസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ 1.5 മണിക്കൂറല്ലേ ആയുള്ളൂ, ഞാൻ 5 കൊല്ലമായിട്ട് ഇവിടെ പ്രസംഗിക്കുക, ഇതുവരെ അനങ്ങില്ല, പിന്നെ ഇനി നിങ്ങളുടെ 1.5 മണിക്കൂർ. So I asked him, Pastor, I've been preaching for an hour and a half and I haven't seen any response from him at all. How is that? And the pastor responded, you've only been preaching for an hour and a half and you don't see a response. I've been preaching for 5 years. I have not seen a response. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുമോ? And I asked him, is it possible for people to sit like in this manner? പാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ പുള്ളിക്ക് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധമുണ്ട്, പുള്ളി അതിന്റെ കണക്ക് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങുമെന്ന്. And he said, at the moment I start to preach, he is very involved in the stock market, so he goes and starts to play with those numbers. ഇന്നൊരാളങ്ങ് തീരുമാനിച്ചു വന്നേക്കുക, ഇങ്ങനെ എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ലെന്ന് തീരുമാനിച്ച പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അധികാരമൊന്നും ഇല്ലല്ലോ അങ്ങനൊന്നും പറഞ്ഞു തരാൻ. If some of you come in and say, no matter what he preaches tonight, I'm not going to listen, I don't have any sort of authority to make you listen. പിന്നെ എനിക്കങ്ങനെ ഒരു നിർബന്ധമേ ഇല്ല. I don't have that such compelling. നിങ്ങൾ സ്വോത്രം പറഞ്ഞാലേ പ്രസംഗം. അയ്യോ 2.5 വർഷം വെറും നിശ്ചലമായ ഒരു ക്യാമറയെ നോക്കി ചിരിച്ചോണ്ട് പ്രസംഗിച്ചതാ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വോത്രം, ദൈവത്തിന്റെ സ്വോത്രം. It's not very important for you to say praise the Lord or anything for me to preach. During the COVID times, I looked at the camera with nobody else around and I preached just smiling. എന്തായാലും എന്നെ ഏൽപ്പിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചു പോയി. I preached and I left that church. പിറ്റേ പ്രാവശ്യം ഒന്നുകൂടെ അവരെന്നെ അവിടെ വിളിച്ചു കേട്ടോ. And next they invited me back for another meeting. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. When I went back, it was something of wonder to me. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം ഈ അച്ഛൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. And now he's saying praise the Lord to everything that's required and not required. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇത് നമ്മുടെ പഴയ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. So I asked the pastor, is this the same person as last time? പാസ്റ്റർ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. Pastor said yes. ഞാൻ ചോദിച്ചു, തന്നെ ഇപ്പൊ ഇങ്ങനെ? So I told him, what happened? Why is he now in this way? പാസ്റ്ററോട് പറഞ്ഞു, ഇപ്പൊ ഇങ്ങനാന്ന് പറഞ്ഞു. Pastor said that's how he is now. ഞാൻ ചോദിച്ചു, അതെന്നാ? And I asked him why. അന്നേരം എന്നോട് പറഞ്ഞു, ഒരാഴ്ച ആയതേ ഉള്ളൂ ഈ സോക്കേട് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. And he said this disease only started about a week ago. ഞാൻ ചോദിച്ചു, അതെന്നാ കാരണം? I asked him, what's the reason? എന്നോട് പറഞ്ഞു, മുഴ ഉണ്ടായിരുന്നു, ബയോപ്സിക്ക് വിട്ടിട്ടേ ഉള്ളൂ, റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. He had a tumor. They've taken the test to send it to biopsy. The result has not come back. അനങ്ങാത്തവരൊക്കെ അനങ്ങും. And those who are unmovable will move. എൻ്റെ പൊന്നച്ച ഇടുത്തി വന്നിട്ട് ദൈവത്തെ ആരാധിക്കാതെ ദൈവം ആരോഗ്യം തന്നിരിക്കുന്ന സമയത്ത് രാജാവ് നിന്റെ മധ്യത്തിൽ വന്നിരിക്കുന്നത് തിരിച്ചറിയുമ്പം രാജകോലാഹലത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഈ രാത്രി എത്ര ദൈവമക്കൾ തയ്യാറാ? Don't wait for a challenge to come into your life to praise God, knowing that the King is here. Let's make a shout of noise because the King has arrived. ഓ ശാപമേക്കാത്തതിന്റെ കാരണം വേർപാട്, വിശുദ്ധി, ആരാധന, separation, holiness, worship, the reasons why you're not under the curse. ഇനി അവിടെ തന്നെ പറഞ്ഞ കേട്ടോ 22-ാം വാക്യത്തിൽ കാട്ടുപോത്തിനു തുല്യമായ അധികാരം. And then verse 22 is strength like a wild dog. It speaks about authority. ക്യാൻസർ ഒന്നും കേട്ട അവര് ഞെട്ടത്തില്ല, അഭിഷേകത്തിന്റെ ഒരു അധികാരം. When they hear the word cancer, they're not frightened because they have the authority. അപ്പോൾ ശാപമേക്കാതിരിക്കാൻ പെന്തക്കോസ്തുകാർ അറിയേണ്ട 4 വഴി ഒന്ന് ഉറക്കെ പറഞ്ഞേ: വേർപാട്, വിശുദ്ധി, ആരാധന, അധികാരം. If we're not to be under the curse of any kind, we should have the separation, the holiness, we should have the worship, and we should have the authority. ബിലാം പറഞ്ഞു ശപിക്കാൻ പറ്റത്തില്ല. Balaam said, I'm not able to curse. അയ്യോ, ബാലാക്ക് പറഞ്ഞു ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ വരെ ടിക്കറ്റ് കൊടുത്തു വന്നത് ശപിച്ചു പോകാനായിട്ട്. Balak said, no, I paid for all your expenses and brought you here. You must curse. ബിലാം പറഞ്ഞു, Balaam said, ശപിക്കാൻ പറ്റത്തില്ല, I'm not able to curse, പക്ഷെ ശാപമേക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. but I'll give you a way for them to have the curse upon them. ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല. I'm not simply saying this. മീക അങ്ങനെ പറയുന്നത്. Micah says the same thing. യൂദായും അങ്ങനെ പറയുന്നുണ്ട്, വിലയാമിന്റെ വഞ്ചന എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. Jude also talks about it, the deception of Balaam. എന്തായിരുന്നു യൂദാ പറയുന്ന വിലയാമിന്റെ വഞ്ചന എന്നറിയണമെങ്കിൽ മീക 6:5 വായിക്കണം.
If you read Micah chapter 6 and verse 5, you will know the deception that Jude is referencing. വായിച്ചോ, എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശിത്തി, ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തോണേ, ശിത്തി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. Oh my people, remember what Balak king of Moab devised, and what Balaam the son of Beor answered him, and what happened from Shittim to Gilgal, that you may know the righteous acts of the Lord. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാവോ? You know what happened here? നിന്റെ വേർപാട് നശിപ്പിക്കാൻ, To destroy your separation, നിന്റെ ദൈവകൃപ നശിപ്പിക്കാൻ, to destroy the grace of God in your നിന്നെ life, ശേഷം മനുഷ്യനാക്കി to മാറ്റാൻ make you an ordinary person. അണിയറയിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. In the inner rooms there is a council taking place. ഈ പ്രാർത്ഥനയുടെ അകത്ത് ചിലത് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. How many of us are sitting here saying, yes, some of these counsels must be removed from our life? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ശിത്തി മുതൽ ഗിൽഗാൽ വരെ ഒരു ബ്രാക്കറ്റ് പീരീഡ് സംഭവിച്ചു. What happened is there's a contained period of time from Shittim to Gilgal during the time this conspiracy, this council was taking place. എന്താണ് ശിത്തീമിൽ സംഭവിച്ചത്? What happened in Shittim? നിങ്ങൾ സംഖ്യ 25ലേക്ക് വന്നേ. Come back to Numbers chapter 25. 25ന്റെ 1 വായിച്ചേ. When you read the first verse of the 25th ബിലയാം chapter, പറഞ്ഞു കൊടുത്ത രഹസ്യം എന്താണെന്ന് നമുക്ക് അവിടെ മനസ്സിലാകും. we can see what the secret that Balaam shared. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ, When they remained in Shittim, അപ്പൊ സത്യത്തിൽ എന്തായിരുന്നു ബിലയാം പറഞ്ഞു കൊടുത്തത്? so what did Balaam tell them? ഇവരുടെ വീടിന്റെ അരികിൽ Next to their homes, ചില മോവാബിയ സ്ത്രീകളെ കൊണ്ട് താമസിപ്പിക്കണം. make some Moabite women to come and live there. ക്രിക്കറ്റ് കളിയിലെ IPL-ലെ മറ്റേ പെൺപിള്ളേരില്ലേ, എന്തോ അതിന്റെ പേര്, ചിയർ ഗേൾസ് എന്ന് പറയുന്ന പോലുള്ള കുറച്ച് പേരെ അരത്തുണിയും ധരിപ്പിച്ച് എന്ത് ചെയ്യണം, ഇവര് താമസിക്കുന്നതിന്റെ അടുക്ക കൊണ്ട് താമസിപ്പിക്കണം. Just like we see cheerleaders at the sporting events, Balaam is saying, bring some of the women from the Moabite land and make them live next to them. ഇവരുടെ വേർപാട് നഷ്ടപ്പെടണം. So their separations can be ഇവരുടെ destroyed. വിശുദ്ധി നഷ്ടപ്പെടണം. Their holiness must be destroyed. ഇവരുടെ അഭിഷേകം നഷ്ടപ്പെടണം. Their anointing must be destroyed. ഇവര് അധികാരമില്ലാത്തവരായി മാറണം. Their authority should be lost. ഇവരുടെ പാട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പും എല്ലാം വെറും ജഡത്തിലായി മാറണം. And all their praise and worship is simply a fleshly activity. ഹലോ, Amen. ഇത് സംഭവിച്ചോ? Did this happen? ഇത് സംഭവിച്ചോ? Did this happen? ഇത് ശിത്തീമിൽ സംഭവിച്ചു. It happened in Shittim. ഇതെവിടെ വരെ നിന്നെന്നറിയാവോ? You know where it ended? പിന്നെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, മുറയ്ക്ക് പ്രവാചകൻ വരുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഗിൽഗാൽ വരെ കിടന്ന് കറങ്ങുക ഇവര്. Yes, the fasting prayer is taking place. Yes, prophets are coming and ministering, but this work is continuing unto Gilgal. ആര് വന്നാലും കുത്തിയിരുന്ന് കമന്റും പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ കളിയാക്കി, സാക്ഷ്യവും പറയുന്നവനെ കളിയാക്കി, വാട്സപ്പിലും നോക്കി ഫേസ്ബുക്കിലും നോക്കി. സ്തോത്രം. You come to the meeting, instead of paying attention, you're focused on the social media. You're making fun of those who are testifying. You're humiliating and embarrassing others, and this is how you spend your time. യോശുവയ്ക്ക് മനസ്സിലായി, Joshua understood. ഈ ജനത്തിന് വാഗ്ദത്തത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. These people will not enter into the promise. യോശുവ എന്ത് ചെയ്തെന്നറിയാവോ? You know what Joshua did? തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി. He made a sword out of stone. എന്നിട്ട് എന്ത് ചെയ്തു? What did he do? അവരെ പരിച്ഛേദന ചെയ്തു. He circumcised them. നമ്മളിൽ പരിച്ഛേദന വേണോ? Do we need circumcision? വേണം. Yes, we do. ഫിലിപ്പിയർ 3:3. Philippians chapter 3 verse 3. നാമല്ലോ പരിച്ഛേദനക്കാർ. We are the ones who are circumcised. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും we worship according to the Spirit. ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും we boast in the Lord Jesus Christ. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. We are the ones who will not trust in our flesh. നമുക്കൊന്ന് മടങ്ങി വന്നാലോ? Can we come back? നമുക്കൊന്ന് തിരിച്ചു വന്നാലോ? What happens if we were to come back?
എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛാ ഞാൻ സത്യമായിട്ടും കണ്ടു. ഈ അടുത്ത സമയത്ത് ഒരിടത്ത് പ്രസംഗിക്കാൻ ചെന്ന് ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് മെമ്പർ വന്നിരിക്കുക. I went to a prayer meeting to minister, and what happened is the minister, the MLA, the minister of the assembly was invited to come and to inaugurate the fasting prayer. കേരളത്തിലെ മിക്കവാറും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് MLA-മാരാണ്. Now what we see is in almost all the conventions, MLAs are coming to inaugurate the meeting. ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് 16-ാമത്തെ വയസ്സിൽ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിച്ച് MLA MP ആകുക എന്നുള്ളതാണ്. And for you to minister at any sort of general convention in the state of Kerala, the qualification they're looking for from the age of 16, you've been part of some political party. ഒരു പരിച്ഛേദന നമുക്ക് ആവശ്യമാണ്. We need a circumcision. നമുക്കൊന്ന് മടങ്ങി വരാ. Let's come back. ബിലെയാമിന്റെ കാലത്തെ വഞ്ചനയെ തകർക്കാൻ അഭിഷേകമുള്ള യോശുവമാർ എഴുന്നേൽക്കുന്ന, പണത്തിന് സ്വാധീനിക്കാൻ കഴിയാത്ത ഇരട്ടി പങ്ക് ദൈവകൃപയുടെ ആഴത്തെ ആത്മാവിൽ വഹിക്കുന്ന ഒരു തലമുറ. Let a generation raise that has the authority and carries the anointing that can break the schemes of the Balaams and the Balaks. യോശുവ പരിച്ഛേദന കഴിപ്പിച്ചു. Joshua circumcised. പിന്നെന്തോ ചെയ്തു? Then what did he do? അയ്യോ, ദൈവം പ്രവൃത്തി ആരംഭിച്ചു. God started his work. നിങ്ങൾ യോശുവ 2:1 വായിച്ചേ. If you read Joshua chapter 2 and verse 1. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന്. ഇന്നലെ അവമാനം സംഭവിച്ച സ്ഥലമില്ലേ? ഇന്നലെ പരാജയം സംഭവിച്ച സ്ഥലമില്ലേ? ഇന്നലെ ബിലെയാമിന്റെ വഞ്ചനയ്ക്കകത്ത് കിടന്ന് കറങ്ങിയ സ്ഥലമില്ലേച്ചാ? ഇന്ന് അതേ സ്ഥലത്തു നിന്ന് 2 സ്പൈ വർക്കേഴ്സ്, 2 അഭിഷക്തന്മാർ എഴുന്നേൽക്കുകയാണ്. The place where Moabites, or the place where Balaam tried to scheme together, the place where the curse of the Balak was supposed to be, from that same place now Joshua is raising up 2 spies. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. At the end times I will pour out my spirit in all flesh. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and your daughters will prophesy. നിങ്ങളുടെ തലമുറയെ ദൈവം ഉപയോഗിക്കാൻ പോവാ. God is going to use our generation ചില അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. to raise up some anointed ones. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കണ്ടു ഈ പ്രാവശ്യത്തെ ട്രിപ്പില്. I saw something that brought great joy to me in this trip. ഡാളസിൽ ഒരു പാസ്റ്ററെ ഞാൻ കണ്ടു. I saw a pastor in Dallas. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററാണ്. He's a pastor of an English church. 5000 പേര് അദ്ദേഹത്തിന്റെ സഭയിലുണ്ട്. About 5,000 people are part of his church. അദ്ദേഹത്തിന്റെ വല്യപ്പന്റെ അപ്പനാണ് റാന്നിയിൽ നിന്ന് ആദ്യം പെന്തിക്കോസിൽ വന്ന 3 പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാള്. His father, his great grandfather, is one of 3 people who came to the Pentecostal faith at the very beginning. വളയനാട്ട് പുന്നച്ചൻ, പള്ളത്തിട്ടച്ചൻ, പുതുപ്പറമ്പിൽ അവറാച്ചൻ, 3 പിതാക്കന്മാർ റാന്നിയിൽ നിന്ന് ജ്ഞാനായ സഭയിൽ നിന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ അന്ന് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണ് വളയനാട്ടെ പുന്നച്ചൻ. And these 3 people that were named, they were the first 3 people to come from the Catholic background into the Pentecostal faith in Rani. ആ സമയത്ത് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ കുടുംബത്തിലെ തലമുറ ഇന്ന് ഡാളസിൽ ആയിരക്കണക്കിന് ആൾ കൂടുന്ന സഭയുടെ സീനിയർ പാസ്റ്റർ. And now the generation of one of those people of God are now is a senior pastor of an English church with thousands of people. കർത്താവിന്റെ വരവ് താമസിച്ചാൽ, if the Lord's coming tarries, നമ്മുടെ തലമുറയൊക്കെ അഭിഷക്തരായി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണണം. we should be able to see our generation standing with the anointing, അവര് ദൈവകൃപയുമായിട്ട് അങ്ങോട്ട് പോവാ. to go with the grace of God. ഏതെരികോ മതിൽ അവരുടെ മുമ്പിൽ തകരാത്തത്? Which wall would not be devoured or destroyed before them? ഈ രാത്രി എത്ര ദൈവമക്കൾ കൊതിക്കുന്നുണ്ട്? How many of us desire that this evening? എനിക്കറിയാം ഇന്ന് രാത്രി വലിയൊരു കൊതിയോടുകൂടെ ദൈവമക്കൾ ഈ രാത്രി വചനം കേട്ടോണ്ടിരിക്കുന്നത്. I know that you are sitting here receiving the word of God with such great desire within you. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അത് ചെയ്യുന്നത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of you believe that the Holy Spirit can do that this evening? Amen. Hallelujah. Oh, praise God, Jesus. Amen. Hallelujah. ചില ദൈവദാസന്മാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. I am filled with great joy when I see certain men of God. പാസ്റ്ററെ പോലെ, പാസ്റ്റർ ഡാളസിലെ പാസ്റ്റർ ക്രിസ്റ്റിനെ പോലെ, ഇങ്ങനെ ഫിന്നി പാസ്റ്ററെ പോലൊക്കെയുള്ള ദൈവദാസന്മാരെ കാണുമ്പോൾ എൻ്റെ അന്തരാത്മാവ് സന്തോഷിക്കാറുണ്ട്. ഇതിനേക്കാൾ അഭിഷേകമുള്ള ഒരു തലമുറയെ ഇതിനകത്ത് കണ്ടോണ്ടാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. Amen. When I see pastors like our pastor or the pastor I mentioned in Dallas or other pastors, my heart is filled
filled with joy. At the same time, I see a generation coming up that even has a greater level of anointing. ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഒരു പകർച്ച ദൈവം പകരാൻ ആഗ്രഹിക്കുക. God has a desire to impart upon us a new impartation. യെരിഹോവിനെ തകർക്കാൻ ഒരു തലമുറ. A generation that destroys the walls of Jericho. മൂന്നാം അധ്യായം നിങ്ങൾ വായിര്. When you read Joshua chapter 3, ശിത്തീമിൽ നിന്ന് അവർ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. from Shittim they're traveling onward. കൊയ്ത്തുകാലത്ത് 3:14 വരുമ്പോൾ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ ചവിട്ടാൻ അഭിഷേകമുള്ള ഒരു തലമുറ ശിത്തീമിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. Now we see that a generation is rising up to the silence or calm the seas, the river Jordan. അപമാനത്തിന്റെ ശിത്തീം ഇന്ന് അഭിഷേകത്തിന്റെ സ്ഥലമായി മാറുകയാണ്. Shittim was a place of humiliation, is now becoming a place of honor. ഇന്ന് രാത്രി Anointing. എത്ര പേർക്ക് ദൈവകൃപ വേണം? How many of us want that grace of God? ഭൗതിക മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാ. Physical blessings may take ആത്മീക place. മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാ. Spiritual blessings may take place. അഭിഷേകത്തിന്റെ അധികാരമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. God is raising up a generation with anointing. ഇന്ന് രാത്രി ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. God is raising up a generation this evening. Hallelujah. ദൈവം പകരാൻ പോകുന്ന പുതുക്കവാത്. That is the renewal that God is giving to അന്ത്യകാലത്ത് us. സകല ജഡത്തിന്റെ മേൽ ഞാൻ ആത്മാവിനെ പകരും. In the end times, I will pour out my anointing upon all flesh. ഞാൻ അഭിഷേകത്തെ പകരും. I will impart my anointing. നിങ്ങളുടെ പുത്രിമാരുടെ മേൽ ഞാൻ അഭിഷേകത്തെ പകരും. On your daughters, the anointing will be there. എനിക്കൊരു ഭയങ്കര നിയോഗം ദൈവം തരികയാണ്. God has given me a great leading. ഇന്ന് രാത്രി ചിലരെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുക. God is compelling me, the Holy Spirit is compelling me to call some people forward. ഞാൻ മുന്നോട്ട് വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും വരുമെന്ന് എനിക്കറിയാം. I know if I call you, all of you will come. പക്ഷേ അങ്ങനെ ഒരു മുന്നോട്ട് വിളിക്കാനല്ല ഞാൻ തയ്യാറാകുന്നത്. But I'm not calling everybody in that manner. ഇന്ന് രാത്രി ഒരു പുതുക്കത്തിന്റെ അഭിഷേകം എനിക്ക് വേണം പാസ്റ്ററെ. I want a renewal of anointing in me. Please come forward. Hallelujah. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. ശബാരാധന വേഗം മുന്നോട്ട് വന്നാട്ടെ. Come quickly. ജുഡാര ആരെയും നോക്കി നിൽക്കണ്ട. Don't look at each other. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ പകർച്ച ദൈവം പകരാൻ പോകുകയാ. God is given impartation of an anointing. വ്യത്യാസമില്ലാതെ ഒരു തലമുറയെ ദൈവം തൊടാൻ പോകുകയാ. Without the differences of age, God is raising up a generation. എല്ലാ കണ്ണുകളും ദൈവസല്ലട ചാട്ട്. Every eye closed. ഇതൊരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇവിടെ രാത്രിയാ. This is a night of unusual events. അഭിഷക്തന്മാർ മുന്നിലേക്ക് വന്നാട്ട്. Let the servants of God come ഈ forward. ചർച്ചിലെ പാസ്റ്റേഴ്സ് മുന്നിലേക്ക് വന്നാട്ട്. The pastors come ഈ forward. തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുകയാ. We're going to pray for the ഈ generation. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുകയാ. We're going to pray for this ഇന്ന് people. രാത്രി ഈ തലമുറയെ ദൈവം അഭിഷേകം ചെയ്യുകയാ. God is anointing the generation. ഞാൻ നിന്റെ തല കൈവെക്കുന്നതിന് മുമ്പ് കർത്താവ് നിന്നെ തൊടുന്ന രാത്രിയായത്. Before I touch you, may the Lord touch you this evening. സാധാരണമായ ഒരു ദൈവകൃപ ഇന്ന് രാത്രി ചിലരുടെ മേൽ വ്യാപരിക്കുന്നത് ഞാൻ കാണുക. I see that an unusual anointing, His power is imparted. അഭിഷക്തന്മാർ തലയിൽ കരം തൊട്ട് പ്രാർത്ഥിക്കുക ഈ രാത്രി. The anointed ones will lay their hands to pray for you. ഒരു പ്രത്യേക അധികാരം ദൈവം പകരുകയാ. And God is giving us special authority. ഇതാണ് നമ്മുടെ സമയം. ഇത് നിന്റെ സമയമാ. This is your time. ഇത് നിന്റെ സമയമാ. This is your time. ഇത് നിന്റെ സമയമാ. This is your time.